ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാക്സിറോ. അപ്പോൾ കുറേ കുട്ടികൾ ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു, ഏഴാം പാഠം മെയിനായിട്ട്. അപ്പോൾ ഏഴാം പാഠം ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് പകരം ആറാം പാഠത്തിൻ്റെ കുറച്ച് ന്യൂമറിക്കൽസും ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസും പാടെ ആഡ് ആക്കിയിട്ടുണ്ട്. ഒന്ന് ചെയ്തു നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഏഴാം പാഠത്തെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഏഴാം പാഠത്തെ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഏഴാം പാഠത്തിലോട്ട് പോവാം. ഏഴാം പാഠം ഏതാ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ, യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ. ആണോ അല്ലേ? ആണ്. സോ ഏഴാം പാഠത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ പേഴ്സൺ യൂസസ് എ വീൽ ആൻഡ് ആക്സിൽ ലിഫ്റ്റ് എ ബക്കറ്റ് ഫ്രം എ വെൽ. വീൽ ആൻഡ് ആക്സിൽ ഉപയോഗിക്കുന്നത് എന്താ ഉപയോഗിക്കുന്നത്? വീൽ ആൻഡ് ആക്സിൽ, ചക്രവും അച്ചുമാണ് ഉപയോഗിക്കുന്നത്. ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ വീൽ ഈസ് 50 സെന്റിമീറ്റർ, ഡയമീറ്റർ ഡി തന്നിട്ടുണ്ട്, 50 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ. സോ റേഡിയസ് എന്തായിരിക്കും? ഡയമീറ്റർ ഓഫ് എ വീൽ, റേഡിയസ് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ ആർ ഈസ് ഈക്വൽ ടു 50/2 ഈസ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ. ആണോ അല്ലേ? വീലിന്റെ റേഡിയസ് 25 സെന്റിമീറ്റർ എന്ന് കിട്ടി. ആൻഡ് ദ റേഡിയസ് ഓഫ് ദ ആക്സിൽ ഈസ് 5 സെന്റിമീറ്റർ. റേഡിയസ് എത്രയാണ്? സ്മോൾ ലെറ്റർ ആർ 5 സെന്റിമീറ്റർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ ആർ വീലിന്റെ റേഡിയസും, സ്മോൾ ലെറ്റർ ആർ ആക്സിൽ റേഡിയസും. ചക്രത്തിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം ക്യാപിറ്റൽ ലെറ്റർ ആറും അച്ചിന്റെ ആരം 5 സെന്റിമീറ്റർ ആണ്. സോ നമ്മൾ പഠിച്ച യാന്ത്രിക ലാഭം അല്ലെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ വീൽ ആൻഡ് ആക്സിൽ, ചക്രവും അച്ഛനും യാന്ത്രിക ലാഭത്തിന്റെ ഇക്വേഷൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് യാന്ത്രിക ലാഭം ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ വീൽ, ചക്രത്തിന്റെ ആരം ഡിവൈഡഡ് ബൈ അച്ചിന്റെ ആരം, റേഡിയസ് ഓഫ് ദ ആക്സിൽ 25 ഡിവൈഡഡ് ബൈ 5. എന്താടാ 5? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്ര കിട്ടിയത്? 5. യാന്ത്രിക ലാഭം എത്ര കിട്ടിയത്? 5. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ സെറ്റ്. ലെറ്റ് മീ ഗോ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം പറയുമ്പോൾ, എ ക്രോബാർ ഇസ് എ സിമ്പിൾ മെഷീൻ യൂസ്ഡ് ടു ലിഫ്റ്റ് ഹെവി ഒബ്ജക്ട്സ് ബൈ അപ്ലൈയിങ് എ സ്മോൾ ഫോഴ്സ് അറ്റ് വൺ എൻഡ്. ക്രോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡിൽ സ്മോൾ ഫോഴ്സ് കൊടുത്തിട്ട് ഒബ്ജക്റ്റിനെ സുഖമായിട്ട് ഉയർത്താൻ പറ്റുന്ന സംഭവമാണ് ക്രോബാർ അല്ലെങ്കിൽ പാരക്കോൾ എന്ന് പറയുന്നത്. സോ വിച്ച് ഓർഡർ ഓഫ് ലിവർ ഇസ് എ ക്രോബാർ? ക്രോബാർ ഏതോർഡർ ലിവർ ആണ്? മനസ്സിലാക്കിക്കോ, കാണാപാഠം പഠിച്ചു വെച്ചോ. ക്രോബാർ ഒരു ഫസ്റ്റ് ഓർഡർ ലിവർ ആണ്. എന്താണ്? ഒരു ഫസ്റ്റ് ഓർഡർ ലിവർ ആണ്. ഒന്നാം വർഗ ഉത്തോലകമാണ്. ഒന്നാം വർഗ ഉത്തോലകമാണ് ട്ടാ. ഒന്നാം വർഗ ഉത്തോലകമാണ്. അടുത്ത ചോദ്യം, ഇഫ് എ ക്രോബാർ ഓഫ് ലെങ്ത്, ക്രോബാറിന്റെ ലെങ്ത് 1.5 മീറ്റർ ആണ്, ടോട്ടൽ ലെങ്ത് 1.5 മീറ്റർ ആണ്, ഈസ് യൂസ് ടു ലിഫ്റ്റ് എ സ്റ്റോൺ, ഒരു കല്ല് പൊന്തിക്കാൻ. ആൻഡ് ദ ഫൾക്രം ഈസ് 0.5 മീറ്റർ എവേ ഫ്രം ദ സ്റ്റോൺ. അതായത് എ ക്രോബാർ ഈസ് യൂസ് ടു ലിഫ്റ്റ് സ്റ്റോൺ, ഫൾക്രം ഈസ് 0.5 മീറ്റർ ഫ്രം ദ സ്റ്റോൺ. അതായത് ക്രോബാർ പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ് വരിക. ഇതാണ് അതിന്റെ ഫൾക്രം എന്ന് കൂട്ടിക്കോ. പോയടാ, ഇതാണ് അതിന്റെ ഫൾക്രം എന്ന് കൂട്ടിക്കോ. എന്താ പോണത്? ഇതാണ് അതിന്റെ ഫൾക്രം എന്ന് കൂട്ടിക്കോ. സോ നമ്മൾ സങ്കല്പിച്ചത് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1.5 ആണ്. എത്രയാടാ? 1.5 ആണ്. എത്രയാണ്? 1.5 ആണ്. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 1.5 ആടാ. സോ ഇവിടെ നോക്കിക്കോ. പിന്നെ റോക്കിലോട്ട് പിന്നെ 0.5 മീറ്റർ അവേ ഫ്രം ദ സ്റ്റോൺ. ഇവിടെ സ്റ്റോൺ ആണ് പൊന്തിക്കുന്നത്, സ്റ്റോൺ ആണ് നമ്മളെ ലോഡ്. സോ ഫൾക്രത്തിൽ നിന്ന് ലോഡിലോട്ടുള്ള ദൂരം 0.5 ആണ്. ലോഡാമ് 0.5 എന്ന് കിട്ടിയിട്ടുണ്ട്. ലോഡാമ് 0.5 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ ക്രോബാർ. ക്രോബാറിന് എന്താണ് കാണേണ്ടത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് കാണേണ്ടത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, എഫേർട്ടാമ് അറിയില്ല, ലോഡാമ് അറിയാം, 0.5 മീറ്റർ ആണ്. ടോട്ടൽ ലെങ്ത് റോഡിന്റെ 1.5 മീറ്റർ ആണ്. എടാ ഇവിടെ ഇത് ഞങ്ങൾക്ക് കാണില്ല. സോ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് മാറ്റിത്തരാം. ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റിത്തരാം. ഓക്കെ, ഇതിവിടെ കിട്ടി. ഇനി നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു സാധനം, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു സാധനം എന്താണ്? എഫേർട്ട് ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ ഇക്വേഷൻ എന്ത് ഉപയോഗിക്കുക? എഫേർട്ട് ബൈ ലോഡാം എന്ന് ഉപയോഗിക്കുക. സോ എഫേർട്ട് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ ലോഡാം എത്രയെന്ന് അറിയാം? 0.5 ആണെന്ന് അറിയാം. ഇത് ലോഡാമാണ് അല്ലെങ്കിൽ എന്താണ്? രോധഭുജമാണ്. ഇത് ഫൾക്രമാണെങ്കിൽ സ്റ്റോണിന്റെ അടുത്തോട്ടുള്ള ദൂരം, സ്റ്റോണുകളെ ലോഡ് അല്ലെങ്കിൽ രോധമാണ്. അപ്പൊ രോധഭുജം 0.5 ആണെന്ന് അറിയാം. ടോട്ടൽ പാരക്കോണിന് നിങ്ങൾ 1.5 അറിയാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എഫേർട്ട് അല്ലെങ്കിൽ യത്നഭുജം കാണാന് എഫേർട്ട് ഈസ് ഈക്വൽ ടു 1.5 മൈനസ് 0.5. എത്രയാണോ 1.5 മൈനസ് 0.5 ഒന്ന് പറഞ്ഞേ? എത്രയാണ് 1.5 മൈനസ് 0.5? 1.5 മൈനസ് 0.5 എത്രയാണോ ഒന്ന് പറഞ്ഞേ? 1 അല്ലേടാ? ആണോ അല്ലേ? 1.5 മൈനസ് 0.5 എത്രയാണ്? 1 ആണ്. സോ എഫേർട്ട് എത്രയെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എഫേർട്ട് 1 എന്ന് കിട്ടി. സോ 1 ഡിവൈഡഡ് ബൈ 0.5, 1 ഡിവൈഡ് ബൈ 0.5 ആണ് ഉത്തരം. ഇൻറ്റു 10, 0.5 ഇൻറ്റു 10/5 ഈസ് ഈക്വൽ ടു 2. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 എന്ന് കിട്ടി. യാന്ത്രിക ലാഭം 2 എന്ന് കിട്ടി. കുഴപ്പമുണ്ടോ? ഇല്ല. പോവാ കഴിഞ്ഞു. ഇങ്ങനെയാണ് ചെയ്യാട്ടോ.
വാട്ട് ഈസ് എഫേർട്ട് റിക്വയർഡ് ടു ലിഫ്റ്റ് എ ലോഡ് ഓഫ് 60 ന്യൂട്ടൺ? ലോഡ് തന്നിട്ടുണ്ട്, രോധം 60 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. യൂസിങ് എ വീൽ ഓഫ് റേഡിയസ്, വീലിന്റെ റേഡിയസ്, ഇപ്പൊ വീൽ ആൻഡ് ആക്സിൽ ആണ്, വീലിന്റെ റേഡിയസ് R ഈസ് ഈക്വൽ ടു 18 എന്നും ആക്സിന്റെ റേഡിയസ്, അച്ചിന്റെ റേഡിയസ്, ചക്രത്തിന്റെ 18 എന്നും, പിന്നെ ചക്രത്തിന്റെ ആരം 18 എന്നും അച്ചിന്റെ ആരം 4.5 എന്നും തന്നിട്ടുണ്ട്. സോ നമുക്ക് കാണാനുള്ളത് എന്താ കാണാനുള്ള എഫേർട്ട്. അത് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R/R ആണ്. പ്രശ്നമുണ്ടോ? ഇല്ല. ക്യാപിറ്റൽ R ബൈ സ്മോൾ ലെറ്റർ R. റേഡിയസ് ഓഫ് വീൽ റേഡിയസ് ഓഫ് ആക്സിൽ. ചക്രത്തിന്റെ ആരം ഡിവൈഡ് ബൈ അച്ചിന്റെ ആരം 18/4.5. 18/4.5. അതായത് പോയിന്റ് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 18 ഡിവൈഡഡ് ബൈ ഇൻറ്റു 10 ഇൻറ്റു 10 180/45 എന്ന് വരും. എത്രയാണ് 180 ഡിവൈഡഡ് ബൈ 45 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക? 180 ഡിവൈഡഡ് ബൈ 45 ചെയ്താൽ നിങ്ങൾക്ക് എത്രയാ കിട്ടുക? 4 കിട്ടുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഇനി എന്താ കാണേണ്ടത്? എഫേർട്ട് അല്ലെങ്കിൽ യത്നമാണ് കാണേണ്ടത്. യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ബൈ എഫേർട്ട് ആണ്, അല്ലെങ്കിൽ രോധം ബൈ യത്നമാണ്. 4 കിട്ടി. രോധം നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 60/E=4. 4 ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പോൾ 60/E=4. എഫേർട്ട് കാണാൻ 60/4 15 ന്യൂട്ടൺ. എഫേർട്ട് 15 ന്യൂട്ടൺ ആണ് കേട്ടോ. 15 ന്യൂട്ടൺ ആണ്. ഇങ്ങനെയാണ് കാണുക. ഓക്കെ ആണോ? ഇത് ഞാൻ ഓരോരോ സൈഡിലേക്ക് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടായാലും ഇത് മനസ്സിലാവുള്ളൂ എങ്ങനെ എഴുതിയിരിക്കണം കേട്ടോ. ഒന്ന് നോക്കുക. ഇനി നെക്സ്റ്റ് അടുത്തത്, എ ഫോഴ്സ് ഓഫ് 5 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ടു എഫേർട്ട് ആം ഓഫ് എ സെക്കൻഡ് ഓർഡർ ലീവർ. ദ എഫേർട്ട് ആം ഈസ് 10 സെന്റിമീറ്റർ ലോങ്. അപ്പോൾ ഇവിടെ ഇതാ സ്ഥലമല്ലല്ലോ, ഞാൻ സ്ഥലം വിട്ടത് സ്ഥലമല്ല ഇതാണ്. അപ്പോൾ നമുക്കൊരു പേജ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. വെയിറ്റ് ചെയ്യും മക്കളെ, ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു മിനിറ്റ്. ഞാൻ പേജ് ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. ഓക്കെ, വേണ്ട, നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. കാൽക്കുലേറ്റ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ലിവറിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടത്. അപ്പം ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്, തൊട്ട് മുകളിൽ എഴുതാൻ പോവാണ്. നിങ്ങൾക്ക് എന്തുണ്ട്? ഫോഴ്സ് ഓഫ് 5 ന്യൂട്ടൺ എഫേർട്ട് ആം 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എഫേർട്ട് ആമിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? എഫേർട്ട് അല്ലേ കൊടുക്കുള്ളൂ. എഫേർട്ട് അല്ലെങ്കിൽ യത്നഭുജം 10 ആണെന്നും യത്നം എത്ര തന്നിട്ടുണ്ട്? 5 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. എന്താണ്? ലോഡാം അല്ലെങ്കിൽ രോധഭുജം 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ മെക്കാനിക്കൽ യാന്ത്രിക ലാഭം ഈക്വൽ ടു എഫേർട്ട് ആം ബൈ ലോഡാം 10/4. എത്ര കിട്ടുക? 2.5 അല്ലേ നോക്കിയാ? ആണ്, അതന്നെ കിട്ടുക. അതിൽ സംശയമൊന്നുമില്ല, നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയാണ് കിട്ടുക? 2.5 ആണോ അല്ലയോ? 2.5. 10/4 എത്ര കിട്ടുക? 2.5 ആണെങ്കിൽ കിട്ടുക. 2.5. അതിൽ കുഴപ്പമൊന്നുമില്ല. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2.5 യാന്ത്രിക ലാഭം 2.5 എന്ന് കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം, ഇഫ് ദ ഫോഴ്സ് ഓഫ് 18 ന്യൂട്ടൺ അപ്ലൈഡ്, കാൽക്കുലേറ്റ് ദ ലോഡ് ലിഫ്റ്റഡ് ബൈ ദ ലിവർ. ഫോഴ്സ് ഓഫ് 18 ന്യൂട്ടൺ അപ്ലൈഡ്, അതായത് 80 ബലം പ്രയോഗിച്ചാൽ അതേതാണ്? എഫേർട്ട് ആണ്. എഫേർട്ട് അടുത്ത ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ബിയിൽ ഇത് എന്റെ ഉത്തരാണ്. ഇനി ബിന്റെ ഉത്തരം പറയുമ്പോൾ എഫേർട്ട് 80 ന്യൂട്ടൺ ആണ്. സോറി, ഇവിടുന്ന് മാറ്റി എഴുതാം. എഫേർട്ട് 80 ന്യൂട്ടൺ ആണ്. ഈ തോലൊക്കെ ഉപയോഗിച്ചാൽ എത്ര മാസ് ഭാരത് എടുത്താൽ ലോഡാണ് കാണേണ്ടത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2.5 എന്ന് കിട്ടി. ലോഡ് ബൈ എഫേർട്ട് ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് അറിയാം. അല്ലെങ്കിൽ അപ്പോൾ എത്ര കിട്ടുക? മെക്കാനിക്കൽ 2.5 ഈസ് ഈക്വൽ ടു L/80. L ഈസ് ഈക്വൽ ടു 80 ഇൻറ്റു 2.5 ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടും. കിട്ടുമെന്ന്. അപ്പം അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി വെച്ചിട്ട് എത്ര ന്യൂട്ടൺ ആണെന്നുള്ളത് എഴുതി വെക്കുക. സിമ്പിൾ ചോദ്യമാണ്, കണക്കിലാണ്. 2ാം വർഗത്തിന് തോലകത്തിന് ഉദാഹരണം എഴുതാനേ. നെറ്റ് ക്രാക്കർ, സോഡ ഓപ്പണർ, ബോട്ടിൽ ഓപ്പണർ, എത്ര എക്സാമ്പിളാ. അപ്പൊ നോക്കിയിട്ട് പഠിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. എല്ലാം അടുത്തേലോട്ട് പോവാം മക്കളെ. അടിച്ചു നോക്കിക്കോ. ഇൻക്ലൈൻ പ്ലെയിൻസ് ആർ ഓഫൺ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി ഉത്തരം. അപ്പൊ കാണുന്നത് വർക്ക് ഡൺ കാണാനുള്ള എന്താ കാണാനുള്ള 1000 ഭാരമുള്ള വസ്തുവിനെ 5 മീറ്റർ ഉയരത്തിൽ എത്തിക്കാനുള്ള പ്രവൃത്തി. W ഈസ് ഈക്വൽ ടു F ഇൻറ്റു വർക്ക് ഈസ് ഈക്വൽ ടു ബലം ഇൻറ്റു സനന്തരം ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 5000 ന്യൂട്ടൺ. ആണോ? ആണ്. സോറി, 5000 ന്യൂട്ടൺ അല്ല, വർക്കിന് യൂണിറ്റ് ജൂളാട്ടോ. തെറ്റിക്കല്ലേ, ജൂളാണ്. സെറ്റ്. അടുത്ത ചോദ്യം, ടു റെഡ്യൂസ് അപ്ലൈഡ് ഫോഴ്സ് ടു 100 ന്യൂട്ടൺ. അപ്ലൈഡ് ഫോഴ്സ് എത്രയായിട്ട് കുറയ്ക്കണം? 100. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻ പ്ലെയിൻ? ഇൻക്ലൈൻ പ്ലെയിന്റെ ലെങ്ത് എത്ര ആയിരിക്കണം? 100 ന്യൂട്ടൺ ആയിട്ട് എഫേർട്ട് കുറയ്ക്കണമെങ്കിൽ ലെങ്ത് എത്ര ആയിരിക്കണം? എത്ര 100 ന്യൂട്ടൺ ലെങ്ത് എത്ര ആയിരിക്കണം? എങ്ങനെ കാണുക വെച്ചാൽ ഇങ്ങോട്ട് നോക്കിക്കോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, വർക്കിൽ എന്തില്ല? ഗെയിനും ഇല്ല, ലോസും ഇല്ല. ഈ പാഠത്തിൽ നിന്ന് പഠിക്കണം എന്താ?
ലോ ഓഫ് കൺസർവേഷൻ അനുസരിച്ച് പകരം വർക്കിൽ എന്തില്ല, ഗെയിൻ ഒരു ലോസ് ഇല്ല. അപ്പോൾ ലോഡിന്റെ അവിടെ ചെയ്യുന്ന വർക്കും എഫേർട്ടിന്റെ അവിടെ ചെയ്യുന്ന വർക്കും തുല്യമായിരിക്കും. എന്താണ്? 5000 തന്നെ ആയിരിക്കും. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചു, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ്. അതാണ് ആ ലെങ്ത്. വർക്ക് എത്രയാണ്? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ് അടിച്ചു. വർക്ക് നമുക്ക് രണ്ടിനും കോമൺ ആണ്. എഫേർട്ട് ലോഡിന്റെ അവിടെ എത്ര കിട്ടി? 5000 കിട്ടി. എഫേർട്ടിന്റെ അവിടെ എത്ര തന്നെ ആയിരിക്കും? 5000. ഫോഴ്സ് എത്ര? 100 ആണ്. ഇവിടെ 100 ആണ് വേണ്ടത്. 100 ഉറക്കേണ്ടത്. എത്രയായിട്ട് ഉറക്കേണ്ടത്? 100. അപ്പൊ 100 ഇൻറ്റു എസ് ആണ് നിങ്ങളെ ലെങ്ത് ഈസ് ഈക്വൽ ടു 5000/100. എത്ര? ലെങ്ത് ഈസ് ഈക്വൽ ടു 50 മീറ്റർ. എത്ര കിട്ടുക? 50 മീറ്റർ കിട്ടുക. കാരണങ്ങൾ മനസ്സിലാക്കുക. ലോഡിന്റെ അവിടെ ചെയ്യുന്ന വർക്ക് 5000 ന്യൂട്ടൺ ആണെങ്കിൽ എഫേർട്ടിന്റെ അവിടെ ചെയ്യുന്ന വർക്ക് എത്ര തന്നെയാണ്? 5000 ന്യൂട്ടൺ ആയിരിക്കും. അപ്പൊ എഫ് ഇൻറ്റു എസ്, ആ എസ് ആണ് ആ ലെങ്ത് കാണേണ്ടത്. ആ ലെങ്ത് കാണാൻ ഇതേമാതിരി ചെയ്താൽ മതി. കാരണം ഫോഴ്സ് നമുക്കറിയാം, എഫേർട്ട് എത്രയാണ്? 100 ന്യൂട്ടൺ ആണ്. അപ്പൊ 100 ഇൻറ്റു അല്ലേ, ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത്, ഇവിടെ ചെരുവുതലത്തിന്റെ യാന്ത്രിക ലാഭം എത്രയായിരിക്കും? ചെരുവുതലത്തിന്റെ യാന്ത്രിക ലാഭം കണ്ടെത്താനാ പറഞ്ഞേ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് യാന്ത്രിക ലാഭം L/H. സ്മോൾ ലെറ്റർ L/H. സ്മോൾ ലെറ്റർ L/H പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻ പ്ലെയിൻ ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഇൻക്ലൈൻ പ്ലെയിൻ. അതായത് ചെരുവുതലത്തിന്റെ ഉയരം ഹരിക്കണം, ചെരുവുതലത്തിന്റെ നീളം ഹരിക്കണം ചെരുവുതലത്തിന്റെ ഉയരം. ഓക്കെ, നീളം എത്ര കിട്ടിയിട്ടുള്ളത്? 50. 50 ഉയരം എത്രയാണ്? 5. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 10 കിട്ടുക. 10. ഓക്കെ സെറ്റ്, കുഴപ്പമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇഫ് എ ഫോഴ്സ് ഓഫ് 3000 ന്യൂട്ടൺ ഈസ് റിക്വയർഡ് ടു മൂവ് ആൻ ഒബ്ജെക്ട് ടു എ ഹൈറ്റ് ഓഫ് 3 മീറ്റർ ത്രൂ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഫോഴ്സ് 3000 ന്യൂട്ടൺ. അപ്പോൾ എന്ത് കിട്ടി? എഫേർട്ട് അല്ലെങ്കിൽ യത്നം 3000 ആണ് കിട്ടി. 3000 ന്യൂട്ടൺ. ടു മൂവ് ആൻ ഒബ്ജെക്ട് ടു ഹൈറ്റ് ഓഫ് 3 മീറ്റർ. ഹൈറ്റ് എത്ര കിട്ടി? 3 മീറ്റർ. ത്രൂ ആൻ ഇൻക്ലൈൻഡ് ലെങ്ത് 9 മീറ്റർ എന്ന് കിട്ടി. ഒക്കെ എഴുതി വെച്ചുട്ടോ. നീളം 9 മീറ്റർ കിട്ടി. എന്താ കാണേണ്ടത്? വെയിറ്റ് കാണേണ്ടത്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡാടാ മക്കളെ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡാണ്. എന്താണ് ലോഡ്? ഫസ്റ്റ് കണ്ടെത്താനുള്ളത് ലോഡ് അല്ലെങ്കിൽ രോധം. അടുത്തത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആദ്യത്തിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാം. ഫസ്റ്റ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് തന്നെ കണ്ടേക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് യാന്ത്രിക ലാഭം ഈസ് ഈക്വൽ ടു L/H. 9/3 ഈസ് ഈക്വൽ ടു 3. കുഴപ്പമുണ്ടോ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 3 കിട്ടി. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 3 കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി എന്താ കാണേണ്ടത്? ലോഡ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് ഈസ് ഈക്വൽ ടു 3. ലോഡ് ബൈ എഫേർട്ട്, രോധം ബൈ യത്നം. ഇതാണ് കാണേണ്ടത്. ഇത് നിങ്ങൾക്ക് അറിയാം. എഫേർട്ട് എത്രയാണ്? 3000. 3000 ഇൻറ്റു 3. ലോഡ് ഈസ് ഈക്വൽ ടു 3000 ഇൻറ്റു 3 പറയുമ്പോൾ 9000 ന്യൂട്ടൺ. അതായത് എഫേർട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയത് 3000 ആണ്. 3000 ഇൻറ്റു 3 9000 ന്യൂട്ടൺ. ഇത് 9000 ന്യൂട്ടണും കിട്ടി. കുഴപ്പമുണ്ടല്ല. പ്രൂവ് ദാറ്റ് വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ് ആൻഡ് വർക്ക് ഡൺ ഓൺ ബൈ ദ എഫേർട്ട് ആർ ഈക്വൽ. പ്രൂവ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈക്വൽ ആണ് പ്രൂവ് ചെയ്യാൻ. ഇനി അവിടെ നോക്കിക്കോ. വർക്ക് എഫേർട്ട് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അതായത് എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഫോഴ്സ് എത്ര കൊടുക്കുന്നത്? 3000. എഫേർട്ടിന് അവിടെ 3000 കൊടുക്കണേ. ഇൻറ്റു എത്ര നീളം വലിക്കുന്നുണ്ട്? എത്ര നീളം ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ നിങ്ങോട്ട് ഇത്ര നീളം പൊന്തിക്കാനാണ് ആ എഫേർട്ട് ചെയ്യണത്. ഇത്ര നീളം പൊന്തിക്കാനാണ് ആ ലോഡ് കൊടുക്കുന്നത്. സോ 3000 ഇൻറ്റു എത്ര കൊടുക്കുന്നുണ്ട്? 9. 3000 ഇൻറ്റു 9 ചെയ്യാം. 3000 ഇൻറ്റു 9 ഇത്ര നീളം പൊന്തിക്കണ്ടേ. സോ 3000 ഇൻറ്റു 9 പറയുമ്പോൾ 3 9 27. 27120 30 7000. ഇനി അതേമാതിരി ലോഡിനെയും ചെയ്യാം. ലോഡ് ഈസ് ഈക്വൽ ടു ലോഡ് എത്ര കിട്ടിയത്? 9000 കിട്ടിയത്. അപ്പോൾ ഫോഴ്സ് 9000 ഇൻറ്റു എത്ര കൊടുക്കേണ്ടത്? 3 ഹൈറ്റിക്കാണ്, 3 മീറ്റർ ഹൈറ്റിക്കാണ് പൊന്തിക്കേണ്ടത്. 3 മീറ്റർ ഹൈറ്റിക്കാണ് പൊന്തിക്കേണ്ടത്. അപ്പോൾ 9000 ഇൻറ്റു 3 2700 ന്യൂട്ടൺ. പ്രൂവ് ചെയ്തു. 2 ഈക്വൽ അല്ലേ? പ്രൂവ്ഡ്. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുക. അതായത് ലോഡ് ഇൻറ്റു ഹൈറ്റ്. ലോഡിന്റെ ഹൈറ്റ് എത്ര ലോഡാണോ അത് ഇൻറ്റു ഹൈറ്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. എഫേർട്ട് പറയുമ്പോൾ എഫേർട്ട്. യത്നം ഇൻറ്റു എത്ര ലെങ്ത് 9. ഓക്കെ, ക്ലിയർ. പ്രൂവ് ചെയ്തു. ലിവേഴ്സ് ആർ യൂസ്ഫുൾ ഫോർ ലിഫ്റ്റിംഗ് ഹെവി റോക്സ് ഈസിലി. ലിവേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹെവി റോക്സിനെ പൊന്തിക്കാൻ. വിച്ച് ടൈപ്പ് ഓഫ് ലിവർ യൂസ്ഫുൾ ഫോർ ലിഫ്റ്റിംഗ് ഹെവി ഒബ്ജക്ട്സ് ആൻഡ് വൈ? എടാ, ഈ ചോദ്യം 1 മാർക്കാണ്. ഇത് നിങ്ങൾ ഉത്തരം ചെയ്താ. ഏത് ടൈപ്പ് ഓഫ് ലിവർ ആണ് ഹെവി ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ ഏറ്റവും സൂട്ടബിൾ? ഫസ്റ്റ് ഓർഡർ ആവും. ഫസ്റ്റ് ഓർഡർ അല്ലേ ഏറ്റവും സുഖം. അപ്പൊ അതൊന്ന് ഇത് നോക്കിയിട്ട് അതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ. അടുത്തത്, കാൽക്കുലേറ്റ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ലിവർ വിത്ത് ആൻ എഫേർട്ട് ആം ഓഫ് ലെങ്ത് 2 മീറ്റർ ആൻഡ് ലോഡ് ആം ഓഫ് ലെങ്ത് 0.5 മീറ്റർ.
മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു എഫേർട്ട് ആം ബൈ ലോഡ് ആം. എഫേർട്ട് ആം 2/0.5 ഇൻറ്റു 10 പോയിന്റ് ഒഴിവാക്കാൻ ഇൻറ്റു 10 ഇൻറ്റു 10 20/5 ഇസ് ഈക്വൽ ടു 4. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 4 കിട്ടി. വാട്ട് ഈസ് എ ഫോഴ്സ് റിക്വയർഡ് ലിഫ്റ്റ് ആൻ ഒബ്ജക്റ്റ് വെയിങ് 100 ന്യൂട്ടൺ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 4 കിട്ടിയില്ലേ, യാന്ത്രിക ലാഭം 4 കിട്ടിയില്ലേ. യാന്ത്രിക ലാഭം ഈസ് ഈക്വൽ ടു രോധം ബൈ യത്നം. രോധം അറിയാം എത്രയാണ്, അല്ലെങ്കിൽ ലോഡ് അറിയാം 100 വെയിറ്റ് പറഞ്ഞാൽ 100 രോധാണ്. 4 ഈസ് ഈക്വൽ ടു 100/E. എഫേർട്ട് അല്ലെങ്കിൽ യത്നം ഈസ് ഈക്വൽ ടു 100/4 ഈസ് ഈക്വൽ ടു 25 ന്യൂട്ടൺ. 25 ന്യൂട്ടൺ മതി കേട്ടോ. നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നെക്സ്റ്റ് ഇത് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് ഞാൻ അതേമാതിരി നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. അങ്ങോട്ട് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കേട്ടോ. നിങ്ങളതൊന്ന് കണ്ടെത്തി ചെയ്താൽ മതി. ഓക്കെ, ലെറ്റ്സ് ഗോ. അടുത്തത്, എ ഹെവി സ്റ്റാച്ചു ഈസ് ടു ബി ലോഡഡ് ഓൺ ടു എ ട്രക്ക് ഓഫ് 1.5 മീറ്റർ ഹൈ. 1.5 മീറ്റർ ഉയരത്തേക്ക് കയറ്റണം. എ 6 മീറ്റർ ലോങ് വുഡൻ പ്ലാങ്ക് ഈസ് യൂസ് റാമ്പ്. ഇത് നമ്മളെ ഉയരം കയറ്റാൻ വേണ്ടിയിട്ട് ഇൻക്ലൈൻ പ്ലെയിൻ അല്ലേ ഉപയോഗിക്കുക. ഇൻക്ലൈൻ പ്ലെയിൻ്റെ ഹൈറ്റ് ഇവിടെ സ്ഥലം വിട്ടിക്കണോ? ഇല്ല. ഇൻക്ലൈൻ പ്ലെയിൻ്റെ ഹൈറ്റ് എത്ര മീറ്ററാന്ന് ഞാൻ പറഞ്ഞു. 1.5 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. എത്ര നീളമുണ്ട്? 6 മീറ്ററാണ് അതിൻ്റെ നീളം. കാൽക്കുലേറ്റ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ റാമ്പ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു യാന്ത്രിക ലാഭം എത്ര കണ്ടത്? എന്താണ്? L/H, നീളം ബൈ ഉയരം അല്ലേ. നീളം എത്രയാണ്? 6/1.5. 6/1.5. 1.5 ഒഴിവാക്കാൻ ഇൻറ്റു 10 ഇൻറ്റു 10 60/15. 60/15 4 യാന്ത്രിക ലാഭം കിട്ടുന്നത്. എത്ര കിട്ടുന്നത്? 4. ഇഫ് ദ എഫേർട്ട് റിക്വയർഡ് ടു പുഷ് ദ സ്റ്റാച്ചു ഈസ്, എഫേർട്ട് അല്ലെങ്കിൽ യത്നം എന്ന് പറയുന്നത് 500 ആണെങ്കിൽ നിങ്ങളോട് കാണാൻ പറയണേ വെയിറ്റ് ഓഫ് ദ സ്റ്റാച്ചുവിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ലോഡാണ് കാണേണ്ടത്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 4 അറിയാം. 4 ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് അല്ലെങ്കിൽ യത്നം, രോധം ബൈ യത്നം ഈസ് ഈക്വൽ ടു 4 ലോഡ് ബൈ 500. 500 ഇൻറ്റു 4. ലോഡ് ഈസ് അല്ലെങ്കിൽ രോധം ഈസ് 500 ഇൻറ്റു 4 പറയുമ്പോൾ 20. 2000 ന്യൂട്ടൺ. ഇങ്ങനെയാണ് ചെയ്യാട്ടോ മക്കളെ. ഇനി അടുത്തത്, സ്റ്റേറ്റ് 1 റീസൺ വൈ യൂസിങ് ദ റാമ്പ് ഈസ് ബെറ്റർ ദാൻ ലിഫ്റ്റിംഗ് ദ സ്റ്റാച്ചു ഡയറക്ട്ലി. എടാ, റാമ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മളെ എഫേർട്ട് കുറയാണ്. കാരണം സിമ്പിൾ മെഷീനാണ്. എഫേർട്ട് കുറയാവുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കണം? റാമ്പ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, സജസ്റ്റ് എ വേ ടു മേക്ക് ദിസ് ടാസ്ക് ഈസിയർ. ഇതെങ്ങനെ സുഖമാക്കാം? എന്താ കാട്ടറിയോ? ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ റാമ്പ്. ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് റാമ്പിന്റെ ലെങ്ത് കൂട്ടുക. ആ ഇൻക്ലൈൻ പ്ലെയിന്റെ ലെങ്ത് കൂട്ടിയാൽ മതി, നീളം കൂട്ടിയാലേ എഫേർട്ട് കുറയും കേട്ടോ. നീളം കൂട്ടിയാൽ മതി. ഇപ്പൊ അത് എത്ര മീറ്റർ ആണ്? 6 മീറ്റർ ആണ്. 6 മീറ്ററിൽ നിന്ന് കൂട്ടുക, ആ ലെങ്ത് കൂട്ടുക. ആ വുഡൻ പ്ലാങ്കിന്റെ നീളം 6 മീറ്ററിൽ നിന്ന് കൂട്ടുക. അപ്പൊ ഉത്തരം കിട്ടും. സിമ്പിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഈസ് യൂസിങ് എ ക്രോബാർ ടു ലിഫ്റ്റ് എ ഹെവി റോക്ക് സ്റ്റക്ക് ഇൻ മഡ്. ക്രോബാർ ഉപയോഗിക്കണം, ഫസ്റ്റ് ഓർഡർ ലീവർ. ഇറ്റ് ഈസ് എ 2 മീറ്റർ ലോങ് ക്രോബാർ. എത്ര മീറ്റർ ലോങ് ആണ്? 2 മീറ്റർ ലോങ് ആണ്. ക്രോബാർ പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഫൽക്കർ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ടോട്ടൽ ലെങ്ത് 2 മീറ്റർ ആണ് എഴുതിക്കണേ. 2 മീറ്റർ ആണ്. ദാരത്തു നിന്നുള്ള ദൂരം 2 മീറ്റർ. ദാരം പിന്നെ വിത്ത് ഫൽക്കറം 20 സെന്റിമീറ്റർ ഫ്രം ദ റോക്ക്. ഇവിടെയാണ് കൂട്ടിക്കോ, ലോഡ് ഇവിടെയാണ് കൂട്ടിക്കോ, രോധം ഇവിടെയാണ് കൂട്ടിക്കോ. ഇത് 20 ആണ്. ഇത് 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ലോഡാം അല്ലെങ്കിൽ രോധഭുജം 20 സെന്റിമീറ്റർ എന്ന് കിട്ടി. മൊത്തം നീളം 2 മീറ്റർ. 2 മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ 200 സെന്റിമീറ്റർ ആണ്. ആണോ അല്ലേ? ഇനി യത്നഭുജം കണ്ടെത്താൻ 20 എത്ര കുറയ്ക്കുക? 200 കുറയ്ക്കുക അല്ലേ? 20 200 കുറച്ചാൽ, 200 20 കുറച്ചാൽ പോരെ? വേണ്ട. 200 20 കുറച്ച് കഴിഞ്ഞാൽ 150 സെന്റിമീറ്റർ ആണ് യത്നഭുജം അല്ലെങ്കിൽ എഫേർട്ട് ആം എന്ന് കിട്ടുക. കാൽക്കുലേറ്റ് എന്താ പറയണത്? പാരക്കോൾ ഏതുതരം ഉത്തോലത്തിന് ഉദാഹരണമാണ്? ഫസ്റ്റ് ഓർഡർ 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. കാൽക്കുലേറ്റ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് മാറ്റിയിട്ട് തരാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. 200 മൈനസ് 18 20 180 സെന്റിമീറ്റർ. 2 മീറ്ററാണ് 200 സെന്റിമീറ്റർ ആണ് നിങ്ങൾ അറിയണം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എഫേർട്ട് ആം ബൈ ലോഡാം 180/20 9 മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ യാന്ത്രിക ലാഭം കിട്ടുക. അടുത്തത്, ഇയാൾ പാരക്കോളിൽ 50 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുകയാണെങ്കിൽ ഉയർത്താൻ കഴിയുന്ന പാറയുടെ പരമാവധി ഭാരം കണക്കാക്കുക. എഫേർട്ട്. ഇതാണ് സെക്കൻഡ് ചോദ്യത്തിന്റെ ഉത്തരം.
ഇയാൾ പാരക്കോളി. ഇത് ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ്. ഇനി സി ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ നമ്മുടെ 50 ന്യൂട്ടൺ ബലം എഫേർട്ട് അല്ലെങ്കിൽ യത്നം മാറിയിട്ട് 50 ന്യൂട്ടൺ ആയി. എത്ര ന്യൂട്ടൺ ആയി? 50 ന്യൂട്ടൺ ആയി. ഇനി വയ്ക്കുമ്പോൾ ഉയർത്താൻ കഴിയുന്ന പാറയുടെ പരമാവധി ഭാരം കണക്കൊക്കെ ലോഡ് കാണണം. മെക്കാനിക്കൽ 9 കിട്ടി. ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് എന്ന് ഞാൻ പറഞ്ഞു. 9 ഈസ് ഈക്വൽ ടു ലോഡ് ബൈ 50. 50 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 5 × 9 45, 450 ന്യൂട്ടൺ. സെറ്റപ്പ് അല്ലേ? യെസ്, കഴിഞ്ഞു. ഇനി ഡി ക്വസ്റ്റ്യൻ. നീളമുള്ള പാരക്കോൾ പാറ ഉയർത്തുന്നതിന് എളുപ്പമാകുന്നത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ വൈ എ ലോങ് ക്രോബാർ യൂസ് ടു മേക്ക് ഈസിയർ ലിഫ്റ്റ്. എഫേർട്ട് ആം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സുഖമാണ്. എഫേർട്ട് ആം കൂടിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ലെങ്ത് കൂടുമല്ലേ, റോക്ക് പിടിക്കാൻ ഇങ്ങോട്ടുള്ള ലെങ്ത് കൂടുമല്ലേ. എഫേർട്ട് ആം കുറയുമ്പോൾ എഫേർട്ട് ആം മെക്കാനിക്കൽ അഡ്വാൻറ്റേജും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ എഫേർട്ട് ആം കൂടുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടും. അപ്പം പെട്ടെന്ന് എഫേർട്ട് കുറച്ചിട്ട് സാധനം പൊന്തിക്കാൻ കഴിയും. മനസ്സിലായോ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജും എഫേർട്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുമ്പോൾ എഫേർട്ട് എന്ത് ചെയ്യും? കുറയും. അപ്പം എന്ത് ചെയ്യുക? അത്ര മനസ്സിലാക്കേണ്ടതുള്ളൂ. എഫേർട്ട് ആം കൂട്ടുകയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടും. യത്നഭുജം കൂടുകയാണെങ്കിൽ യാന്ത്രിക ലാഭം കൂടും. യാന്ത്രിക ലാഭം കൂടുമ്പോൾ യത്നം എന്ത് ചെയ്യും? കുറയും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുമ്പോൾ എഫേർട്ട് കുറയും. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആണ്. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വീൽ ആൻഡ് ആക്സിസ് സിസ്റ്റം ഈസ് യൂസ് ടു ലിഫ്റ്റ് എ ലോഡ് ഓഫ് 500 kg. ഒരു ചക്രവും അച്ചു ഉപയോഗിച്ചിട്ട് 500 ഗ്രാം ഭാരം ഉയർത്തുന്നു. അപ്പോൾ ലോഡ് അല്ലെങ്കിൽ രോധം 500 കിലോഗ്രാം ആയി. ഇഫ് ദ റേഡിയസ് ഓഫ് ദ വീൽ ഈസ് 0.8, റേഡിയസ് ഓഫ് ദ വീൽ ചക്രത്തിന്റെ 0.8, പിന്നെ റേഡിയസ് ഓഫ് ദ ആക്സിൽ R = 0.2. വാട്ട് ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ ലോഡ്? ഫോഴ്സ് എഫേർട്ട് ആണ് കാണേണ്ടത്. എഫേർട്ട് വേണമെങ്കിൽ ആദ്യം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണണം, യാന്ത്രിക ലാഭം കാണണം, യത്നം കാണണമെങ്കിൽ. 6/6 ഇത് നിങ്ങൾക്ക് റേഡിയസ് ഓഫ് റേഡിയസ് ഓഫ് ആക്സിൽ. ചക്രത്തിന്റെ 6 ഡിവൈഡ് ബൈ അച്ചിന്റെ ആരം 0.8 ഡിവൈഡ് ബൈ 0.2 ഇൻറ്റു 10 ഇൻറ്റു 10 8/2 4 നീട്ടിയില്ലേ. ഇനി എഫേർട്ട് അല്ലേ കാണുന്നത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു യാന്ത്രിക ലാഭം ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്. നിങ്ങൾക്ക് അറിയാം ലോഡ് എത്ര? 500 എന്ന് പറയാം. അത് 4 ഈസ് ഈക്വൽ ടു 500 ബൈ എഫേർട്ട് അല്ലെങ്കിൽ യത്നം ഈസ് ഈക്വൽ ടു 500 ബൈ 4. എത്ര കിട്ടുക? 500 ബൈ 4 എത്രയാടാ? 4 4. ബാക്കി എത്ര ഉണ്ട്? 1 4 2. അപ്പോൾ 500 ബൈ 4 നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 500 ബൈ 4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 125 കിട്ടും. 125 ന്യൂട്ടൺ എന്ന് കിട്ടും കേട്ടോ. 125 ന്യൂട്ടൺ എന്ന് കിട്ടും. അതാണ് നിങ്ങൾ ഉത്തരം വരിക കേട്ടോ. 125 ന്യൂട്ടൺ. കറക്റ്റ് ചെയ്ത് നോക്കണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ഫോഴ്സ് ഓഫ് 100 ന്യൂട്ടൺ ഈസ് റിക്വയർഡ് ടു പുഷ് എ ലോഡ് അപ്പോൺ ഇൻസിഡന്റ് പ്ലെയിൻ ഓഫ് ലെങ്ത്. വീണ്ടും പ്ലെയിന് ലെങ്ത്. ഇതിന്റെ പ്ലെയിന് ചെറുതിന്റെ നീളം 5 മീറ്റർ ആണ്, ഹൈറ്റ് 3 മീറ്റർ ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു L/H, നീളം ബൈ ഉയരം. 5/3 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 5/3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുക എന്നുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് തന്നെ നോക്കണം. 5/3 ചെയ്യുമ്പോൾ പോയിന്റ് എത്രയിലാണ് കിട്ടുക? അത് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ സെറ്റ്. The image shows a nail being pulled out using a nail puller. What type of lever is a nail puller? nail puller ഏത് ടൈപ്പ് ലിവറാണ്? nail puller ഏത് ടൈപ്പ് ലിവർ ആണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് ഉത്തരം നിങ്ങൾക്ക് അറിയാം. nail puller ഏത് ടൈപ്പ് ലിവർ ആണെന്നുള്ളത് ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങോട്ട് നോക്കുക. ഇവിടെയാണ് നിങ്ങളെ എഫേർട്ട് കൊടുക്കുക. എഫേർട്ട് കൊടുക്കുക ആണോ അല്ലേ? പിന്നെ ഇതാണ് നിങ്ങളെ ലോഡ്. ഇതാണ് നിങ്ങളെ എന്ത്? പിന്നെ എവിടെ നിങ്ങളെ ഫലിക്കരം വരിക? എവിടെയാണ് നിങ്ങളെ ഫലിക്കരം വരിക നോക്കിയിട്ട് ഏത് ഓർഡർ എന്നുള്ള നിങ്ങൾ പറയാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് കൊടുത്തിക്കണേ നെയിൽ പുള്ളർ ഏത് ഓർഡർ ആണെന്നുള്ളത്. അതൊന്ന് എഴുതി വെച്ചാൽ മതി. സിമ്പിളാണ്. അതാണ് ഞാൻ പറയുന്നത്. എല്ലാ ഓർഡർ ലിവറിനും എക്സാമ്പിൾ പഠിച്ചു പോകണം നിർബന്ധമാണ്. എല്ലാ ഓർഡർ ലിവറിനും എക്സാമ്പിൾ പഠിച്ചു. നെയിൽ പുള്ളർ ഏത് ഓർഡർ ലിവർ ആണെന്നുള്ളത് നോക്കിയിട്ട് പോവാം. അടുത്തത് എ ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ ഹാഡ് ടു ബി അപ്ലൈ ടു പുൾ ഔട്ട് ദ നെയിൽ. ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് അല്ലെങ്കിൽ യത്നം പറയുന്നത് 50 ന്യൂട്ടൺ ആണ്. ഓക്കെയാണ്, സെറ്റാണ്. ഇഫ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് നെയിൽ പുള്ളർ, മെക്കാനിക്കൽ യാന്ത്രിക ലാഭം തന്നിക്കണേ എത്രയാണ്? 5 തന്നിക്കണേ. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ നെയിൽ. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ നെയിൽ, അതായത് ആ ആണി അനുഭവിച്ച ബലം പറഞ്ഞാൽ ലോഡാണ് കാണേണ്ടത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്, രോധം ബൈ യത്നം. അത് തന്നിട്ടുണ്ട് 5 ഈസ് ഈക്വൽ ടു 50. അപ്പോൾ ലോഡ് എത്ര കിട്ടുക? 50 × 5 250 ന്യൂട്ടൺ. കഥം കലാഷ് നിക്കോവോ. അപ്പോൾ അത് കിട്ടിയത് അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എ മെറ്റൽ റോഡ് ഓഫ് 1 മീറ്റർ ലോങ് ആക്സ് ആസ് എ ഫസ്റ്റ് ഓർഡർ ലിവർ. മെറ്റൽ റോഡ് 1 മീറ്റർ നീളമുണ്ട്. അതൊരു ഫസ്റ്റ് ഓർഡർ ലിവർ ആയിട്ട്. അപ്പോൾ ഇവിടെ ഫൽക്കർ ഉണ്ടാവും, ഇവിടെ എഫേർട്ട് ഉണ്ടാവും, ഇവിടെ ലോഡ് ഉണ്ടാവും. ഫൽക്കർ ലിവർ ആണ്. ആൻഡ് എഫേർട്ട് ഓഫ് 150 ഗ്രാം വെയിറ്റ് ആക്ടിങ് അറ്റ് 1 end. എഫേർട്ട് 150 ഗ്രാം വെയിറ്റ് ആണ്. അതായത് എഫേർട്ട് അല്ലെങ്കിൽ യത്നം എന്ന് പറയുന്നത് 150 ഗ്രാം വെയിറ്റ് ആണ്. ആൻഡ് എൻഡ് ബാലൻസസ് ആൻഡ് 1 end ബാലൻസ് ലോഡ് ഓഫ് 350 ഗ്രാം വെയിറ്റ്. ലോഡ് അല്ലെങ്കിൽ രോധം എന്ന് പറയുന്നത് 350 ഗ്രാം വെയിറ്റ് ആണ്. അറ്റ് അനദർ എൻഡ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ എഫേർട്ട് ആം ആൻഡ് ദ ലോഡ് ആം.
എഫേർട്ട് ആമിന്റെയും ലോഡ് ആമിന്റെയും ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. എഫേർട്ട് ആമിന്റെയും ലോഡ് ആമിന്റെയും ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ 1 മീറ്റർ ആണ്. അപ്പൊ ഇത് നിങ്ങൾ എന്തായിട്ട് എടുക്കുക, ഇത് ഇങ്ങോട്ട് എക്സ് ആയിട്ട് എടുക്കുക. ഇത് ഇങ്ങോട്ട് എന്തായിട്ട് എടുക്കുക, 1 - x ആയിട്ട് എടുക്കുക അല്ലേ. മൊത്തം 1 മീറ്റർ അല്ലേ. ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ് 1 - x അല്ലേ. ഇത് എക്സ് ആയിട്ട് എടുക്കുക. എഫേർട്ട് ആം എന്തായിട്ട് എടുക്കുക, എക്സ് ആയിട്ട് എടുക്കുക. മറ്റെന്തായിട്ട് എടുക്കുക, എന്തായിട്ട് എടുക്കാടാ, ഒരു 1 - x. ഇത് എക്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 1 - x ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം എന്നുള്ള പഠിച്ചിട്ടുണ്ടാവും. ഡയറക്റ്റ് എഴുതി കൊടുക്കുക. എഫേർട്ട് എത്രയാണ്, റോഡ് ഓഫ് 1 മീറ്റർ, എഫേർട്ട് 150 ഗ്രാം വെയിറ്റ്, 150 ഗ്രാം വെയിറ്റ് ആക്ടിങ് അറ്റ് 1 end, 150 ഇൻറ്റു എക്സ് ഈക്വൽ ടു 350 ഇൻറ്റു 1 - x. അപ്പോൾ 150 x ഈസ് ഈക്വൽ ടു 350 മൈനസ് 350 എക്സ് എന്ന് കിട്ടും. ഇതിനപ്പുറത്തോട്ട് കൊണ്ടുപോവാ. അപ്പൊ എന്താ കിട്ടുക, 150 എക്സ് പ്ലസ് 350 എക്സ് ഈസ് ഈക്വൽ ടു 350. രണ്ടും പാടെ പ്ലസ് ചെയ്യുക. 150ഉം 300ഉം പാടെ 150ഉം പാടെ പ്ലസ് ചെയ്ത് നിങ്ങൾക്ക് എത്ര കിട്ടുക, 500 അല്ലേ കിട്ടുക. 500 അല്ലേടെ കിട്ടുക മക്കളെ, ആണോ അല്ലേ, ആണ് 500 എക്സ് ഈസ് ഈക്വൽ ടു 350 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 350/500 എന്നാണ് കിട്ടുക. എക്സ് ഈസ് ഈക്വൽ ടു 350 ഡിവൈഡഡ് ബൈ 500 എന്നാണ് കിട്ടുക. 350 ഡിവൈഡ് ബൈ 500 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക, 350 ഡിവൈഡ് ബൈ 500 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.7 ആണ് കിട്ടുക. എക്സ് 0.7 കിട്ടി. എക്സ് എത്ര കിട്ടി, 0.7 കിട്ടി. അപ്പോൾ എക്സ് 0.7 കിട്ടി. എഫേർട്ട് ആം 0.7 കിട്ടി. എഫേർട്ട് ആം അല്ലെങ്കിൽ യത്നഭുജം 0.7 എന്ന് കിട്ടി. ലോഡാം എത്രയാണ്, അല്ലെങ്കിൽ ഈ രോധഭുജം എത്രയാണ്, 1 - 0.7. 1 - 0.7 ചെയ്ത് നിങ്ങൾക്ക് എത്ര കിട്ടുക, 1 - 0.7 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.3 കിട്ടും. അപ്പോൾ ലോഡാം എത്ര കിട്ടി, രോധഭുജം എത്ര കിട്ടി, 0.3 എന്ന് കിട്ടി. ഇങ്ങനെയാണ് ചെയ്യുക. ഒന്ന് എക്സ് ആക്കി ഇട്ടാൽ മറ്റെന്തെടുക്കുക, 1 - x. ടോട്ടൽ ലെങ്ത് 1 ആണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും, 1 - x ആവും. അങ്ങനെ കൺസിഡർ ചെയ്ത് ചെയ്താൽ മതി. ഇതിങ്ങനെയാണ് ചെയ്യുക. അടുത്തത്, എക്സ്പ്ലെയിൻ ഹൗ യു ക്യാൻ പ്രൂവ് ദ സ്ക്രൂ ഈസ് സിമിലർ ടു എൻ ഇൻക്ലൈൻ പ്ലെയിൻ. സ്ക്രൂ എങ്ങനെയാണ് സിമിലർ ഇൻക്ലൈൻ പ്ലെയിൻ ആയിട്ട് മാറണം, എങ്ങനെയാണ് അതിന് ഈക്വൽ ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റെപ്പോട് കൊടുത്തിരിക്കണം. ആ പേപ്പറിന് എന്തിന്റെ ഷേപ്പിൽ കട്ട് ചെയ്യുക, ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പിൽ കട്ട് ചെയ്യുക. കളർ ദ സ്ലോപ്പിംഗ് എഡ്ജ് ചെയ്യാൻ ഇൻക്ലൈൻ പ്ലെയിൻ. സ്ലോപ്പിംഗ് എഡ്ജ്, ഇൻക്ലൈൻ പ്ലെയിനെ കാണാൻ സ്ലോപ്പിംഗ് എഡ്ജിന് എന്ത് ചെയ്യുക, കളർ ചെയ്യുക. 3 വൈൻഡ് ഇറ്റ് ഓവർ എ റൗണ്ട് പെൻസിൽ ആൻഡ് ഒബ്സർവ്. ഈ 3 സ്റ്റെപ്പ് എഴുതിയാൽ മതി. ഇതാണ് അതിന്റെ ഉത്തരം. അടുത്തത്, 1200 kilogram weight load is lifted to the top of a 3 meter high building using a 9 meter long inclined plane. ഇതേ സാധനം 9 meter long inclined plane. ഇതിന്റെ ലെങ്ത് 9 meter ആണ്. പിന്നെ 1200 ഗ്രാം വെയിറ്റ് ലോഡ് 1200 ആണ്. പിന്നെ ലെങ്ത് എൽ എന്ന് പറയുന്നത് എത്രയാണ്, 9 മീറ്റർ ആണ്. ഹൗ മച്ച് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദിസ് ലോഡ് അലോങ് ദി ഇൻക്ലൈൻ പ്ലെയിൻ. ലെങ്ത് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് എച്ച് എത്രയാണ്, 3 മീറ്റർ ഹൈ ആണ്. അപ്പോൾ എന്താണ് വെച്ചത്, ഹൗ മച്ച് ഫോഴ്സ് റിക്വയർഡ്, എഫേർട്ട് ആണ് കാണേണ്ടത്, യത്നമാണ് കാണേണ്ടത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇതട്ടോ മോളിക്ക് ഇതാണ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു L/H, അതായത് 9/3 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി ബാക്കി ഇവിടെ തന്നെ കാണാലോ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്. 3 ഈസ് ഈക്വൽ ടു 1200 എഫേർട്ട് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ യത്നം ഈസ് ഈക്വൽ ടു 1200/3 ഈസ് ഈക്വൽ ടു 400 ന്യൂട്ടൺ. കഴിഞ്ഞു, ഇത്രയുള്ളൂ ഉത്തരം. അത് കിട്ടി. പ്രൂവ് ദാറ്റ് നോ ഗെയിൻ ഇൻ വർക്ക് യൂസിങ് ദി ഇൻക്ലൈൻ പ്ലെയിൻ ഡ്യൂറിങ് ദിസ് പ്രോസസ്. നോ ഗെയിൻ ഇൻ വർക്ക് നമുക്ക് വീണ്ടും പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും പ്രൂവ് ചെയ്യുമ്പോൾ W ലോഡിന്റെ അവിടെ ചെയ്യണത്, എത്രയാണ്, ഈ ലോഡിനെ ഇത്ര ഹൈറ്റ് പൊന്തിക്കണം. 1200 ഇൻറ്റു 3, 1200 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 36.00 എന്ന് കിട്ടും. ഇനി എഫേർട്ടിന്റെ അവിടെ എന്താണ്, എത്ര പൊന്തിക്കണം, 400 ഇൻറ്റു എത്ര ഹൈറ്റ് പൊന്തിക്കണം, 9 ലെങ്ത്തിൽ ഇത്ര പോകണം ലെങ്ത്ത്. അപ്പൊ 400 × 9 3600. ഞാൻ പറഞ്ഞു പിന്നെ എഫേർട്ടിന്റെ അവിടെ ചെയ്യണ വർക്ക്, എഫേർട്ട് ഇൻറ്റു ആ ലെങ്ത്ത്, എഫേർട്ട് ഇൻറ്റു ഇൻക്ലൈൻ പ്ലെയിൻ്റെ ലെങ്ത്ത്. ഇനി അത് അല്ലെങ്കിൽ യത്നത്തിന്റെ അവിടെ ചെയ്യണ വർക്ക്, യത്നം ഇൻറ്റു അവിടുത്തെ നീളം. എന്തിന്റെ നീളം, ചെരുതലത്തിന്റെ നീളം. ഇനി ലോഡിന്റെ അവിടെ ചെയ്യണ വർക്ക്, ലോഡ് ഇൻറ്റു ഹൈറ്റ്, ഇൻക്ലൈൻ പ്ലെയിൻ്റെ ഹൈറ്റ്, അതായത് രോധം ഇൻറ്റു രോധത്തിന്റെ ഉയരം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് രണ്ടും ഈക്വൽ ആയിട്ട് പ്രൂവ് ചെയ്തു. കഴിഞ്ഞു. സ്ക്രൂ ജാക്സ് ആർ യൂസ്ഡ് ടു ലിഫ്റ്റ് ഒബ്ജക്ട്സ് ഈസിലി.
സോറി ഇതിവിടെ ലെങ്ത് അല്ല കേട്ടോ, LENGTH ആണ് ലെങ്ത്. സ്ക്രൂ ലെഫ്റ്റ് ഒരു 30 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ത്രെഡഡ് റീജിയൻ ഓഫ് ദ സ്ക്രൂ കണ്ടെയ്ൻ 15 സ്ക്രൂ ത്രെഡ്സ്. ക്വസ്റ്റ്യൻ നേരാമണ്ണം ഇരുന്ന് വായിക്കുക. 30 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ദ ത്രെഡഡ് റീജിയന്റെ ടോട്ടൽ ലെങ്ത് 30 സെന്റിമീറ്റർ ആണ്. സ്ക്രൂ കണ്ടെയ്ൻ 15 സ്ക്രൂ. നമ്പർ ഓഫ് ത്രെഡ്സ് 15. നമ്പർ ഓഫ് ത്രെഡ്സ് എത്ര? 15 ആണ്. അതായത് ഇത് ഉപയോഗിക്കുന്ന സ്ക്രൂവിലെ 30 സെന്റിമീറ്റർ നീളമാണ്. 15 പിരികളുണ്ട്. എത്ര പിരികളുണ്ട്? 15 ഉണ്ട്. നമ്പർ ഓഫ് ത്രെഡ്സ് 15 ആണ്. പിരികൾ, ആ സ്ക്രൂമളെ പിരികൾ, ആ വട്ടമുള്ള സാധനങ്ങൾ. ദ ലെങ്ത് ഓഫ് ഈച്ച് ത്രെഡ് ഈസ്, ഓരോ ലെങ്ത്തിന്റെയും ഓരോ ത്രെഡ് ഓരോ പിരിയുടെയും നീളം 10 സെന്റിമീറ്റർ ആണ്. ഇവിടെ കാണാൻ പറഞ്ഞ പിച്ച് ഓഫ് ദ സ്ക്രൂ. എന്താണ് പിച്ച് എന്ന് പറഞ്ഞാൽ? പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പിരികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, രണ്ട് പിരികൾ തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ത്രെഡ്സ്, രണ്ട് കോൺസിക്യൂട്ടീവ് ത്രെഡ്സ് തമ്മിലുള്ള ദൂരമാണ് എന്ത്? പിച്ച് എന്ന് പറഞ്ഞാൽ. അത് ഓക്കെയാണ്. കാൽക്കുലേറ്റ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് സ്ക്രൂ ജാക്ക്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇസിക്കൽ ടു L/H. L ലെങ്ത് ആണെങ്കിൽ മറ്റത് എന്താണ്? ഈച്ച് ത്രെഡിന്റെ ലെങ്ത് ആണ്. ഇതെന്താണ്? H എന്ന് പറയുന്നത് പിച്ചാണ്. ഇവിടെ പിച്ച് തന്നില്ലല്ലോ. അപ്പൊ പിച്ച് കണ്ടെത്താൻ എന്താ കേട്ടറിയോ? ടോട്ടൽ ലെങ്ത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ത്രെഡ്സ്. പിച്ച് H ഈസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് എത്ര? 30 ആണ്. നമ്പർ ഓഫ് ത്രെഡ്സ് എത്ര? 15 ആണ്. 30/5. പിച്ച് എത്ര? 2 എന്ന് കിട്ടി. ലെങ്ത് എത്രയാണ്? 10. 10/2 5 എന്നാ കിട്ടുക. സോറി, എന്തത്? 5 എന്നാ കിട്ടുക കേട്ടോ. 5 എന്നാ കിട്ടുക. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? എടാ എനർജി ഒക്കെ ആകെ പോയിക്കണം. ഇവിടെ 5-6 മണിക്കൂർ ക്ലാസ്സും പ്രസ് ഈ ഒരു മണിക്കൂർ ക്ലാസ്സും എനർജി ഒക്കെ ആകെ പോയിക്കണം. അപ്പൊ നിങ്ങളും ചെയ്ത് നോക്കുക. ഇതിന്റെ 5 എന്നാ കിട്ടുക. സ്ക്രൂ ജാക്കിനെ യാന്ത്രിക കണക്കാക്കി 5 എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ ഇവിടെ പിച്ച് ഇല്ലാതോ പിച്ച് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചേക്കുക. പിച്ച് ഈസിക്കൽ ടോട്ടൽ ലെങ്ത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ത്രെഡ്സ്. അതായത് ടോട്ടൽ നീളം, ആകെ നീളം ഡിവൈഡഡ് ബൈ പിരികളുടെ എണ്ണം. അത് ചെയ്ത് നോക്കിയാൽ 30/15. അപ്പൊ H കിട്ടും. അപ്പൊ അത് സെറ്റായി. അങ്ങനെ 7ാമത്തെ പാഠത്തിലെ ന്യൂമറിക്കൽസ് നമ്മൾ അടിച്ച് കലാശാക്കി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും, അതിൽ തന്നെ നമ്പർ ഉണ്ടാവും. ഫിസിക്സ് ഫാക്കൽറ്റി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് ലെവലാക്കാട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തത് നേരെ നമ്മൾ ഏതാ പാടത്തേക്ക് പോകണത്? 6ാം പാടത്തേക്ക് പോവാ. ഓക്കെ, 6ാം പാടത്തേക്ക് പോവാ. 6ാം പാടത്തേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ചോദ്യം, എ ട്രാൻസ്ഫോമർ ഹാസ് 200 ടേൺസ് ഇൻ ഇറ്റ്സ് പ്രൈമറി കോയിൽ. ഇവിടെ ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് 3-4 ഇക്വേഷൻ പഠിക്കാറുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. VS/VP ഈസ് ഈക്വൽ ടു NS/NP. ഷുവറായിട്ട് പഠിക്കണം. പിന്നെ VS/VP ഈസ് ഈക്വൽ ടു IP/IS. ഇങ്ങനത്തെ ഇക്വേഷൻ ഒക്കെ ഷുവറായിട്ട് പഠിച്ചു പോവുക. അങ്ങനെ ഉപകാരപ്പെടുക. എക്സാമിന് ചോദിക്കാൻ ചാൻസസ് ഉള്ള ഇക്വേഷനും വിത്ത് പ്രോബ്ലംസ് ഇത് വെച്ച് ചോദിക്കും. സോ നമ്മൾ ആദ്യം ഡീൽ ചെയ്യാൻ പോണത് ഇങ്ങനത്തെ ഒരു ചോദ്യമാണ്. ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്? പിന്നെ ട്രാൻസ്ഫോമറുകൾ തമ്മിലുള്ള വ്യത്യാസം പഠിക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഞാൻ എഴുതി തരാം. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ 2 ടൈപ്പ് ഇതുണ്ട്. പ്രൈമറി കോയിലുണ്ട്, സെക്കൻഡറി കോയിലുണ്ട്. അപ്പോൾ VS ഗ്രേറ്റർ ദാൻ VP. ഒരു പ്രൈമറി ട്രാൻസ്ഫോമറിൽ VS ഗ്രേറ്റർ ദാൻ VP പറഞ്ഞാൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ പ്രൈമറിയിലെ വോൾട്ടേജ്. പിന്നെ നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിലെ ഗ്രേറ്റർ ദാൻ പ്രൈമറിയിലെ വോൾട്ടേജ്. പിന്നെ തിക്നെസ് പ്രൈമറിയിലാണ് കൂടുതൽ, കറന്റും പ്രൈമറിയിലാണ് കൂടുതൽ. ഇത് ഒരു സ്റ്റെപ്പ് അപ്പ് ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇതിനെ നേരെ തിരിച്ചാണ് എന്ത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ അതിന്റെ ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെക്കുക. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. ഇനി അടുത്തത് ട്രാൻസ്ഫോമർ ഹാസ് 200 ടേൺസ് ഇൻ പ്രൈമറി. അപ്പോൾ NP എത്ര കിട്ടി? 200 എന്ന് കിട്ടി. ആൻഡ് 800 ടേൺസ് ഇൻ സെക്കൻഡറി. NS എത്ര കിട്ടി? 800 എന്ന് കിട്ടി. ഇനി ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് 220 വോൾട്ട്. ഇൻപുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ പ്രൈമറിയിലാണ് നമ്മൾ എപ്പോഴും ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ VP ഈസ് ഈക്വൽ ടു 220 കേട്ടോ. സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കുന്നത് വോൾട്ടേജ് കൂടണം, സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ് കുറയ്ക്കാൻ. 220. കാൽക്കുലേറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ VS ആണ് കാണേണ്ടത്. അപ്പോൾ VS/VP ഈസ് ഈക്വൽ ടു NS/NP എന്നുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നോക്കിക്കോ, ഇവിടെ തന്നെ കാണട്ടോ. VS/VP ഈസ് ഈക്വൽ ടു NS/NP എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, N പ്രൈമറി 200 ചുറ്റി സെക്കൻഡറി 800 ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, VS/VP VS ഈസ് ഈക്വൽ ടു 220 ഇൻറ്റു NS/NP എന്ന് പറയുമ്പോൾ 800/200 കട്ട് ചെയ്ത് 8/2 എത്ര? 4 കിട്ടുക. VS ഈസ് ഈക്വൽ ടു 220 4. VS ഈസ് ഈക്വൽ ടു 220 ഇൻറ്റു 4. VS ഈസ് ഈക്വൽ ടു 880 വോൾട്ട്. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇതാണത്. ഇങ്ങനെയാണ് VS/VP NS/NP. അടുത്തത് ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ്? എടാ VS 880 കിട്ടിയിരിക്കുന്നത്, VP എത്ര? 220 ആണ്. അപ്പോൾ പ്രൈമറിയിലേക്കാളും കൂടുതലാണ് അവിടെ സെക്കൻഡറിയിൽ. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് അപ്പ് ആണ്. പ്രൈമറിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ഏതാണ്? സ്റ്റെപ്പ് അപ്പ് ആണ്. ഞാൻ പറഞ്ഞു VS ഗ്രേറ്റർ ദാൻ VP. ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് അപ്പ് B. ഇത് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A transformer with no power loss has 2000 turns in primary. Primaryയിലെ ടേൺസ് NP is equal to 2000. എഴുതിയേക്ക. ആൻഡ് 2000 turns in secondary. NS is equal to
200 is equal to 200 ടേൺസ് ഇൻ സെക്കൻഡറിയിൽ 200 ആണ്, പ്രൈമറിയിൽ 2000, സെക്കൻഡറിയിൽ 200 ആണ്. 200 to 20 വോൾട്ട് ആൻഡ് 2 സെപ്പറേറ്റ് ദ പ്രൈമറിയിലേക്ക് വി പി ഇസ് ഈക്വൽ ടു 220 ഐ പി ഇസ് ഈക്വൽ ടു 2 ആംപിയറും. കാൽക്കുലേറ്റ് ദ പവർ ഇൻ സെക്കൻഡ്സ്. പവർ കാണാൻ അറിയണം. എന്താ കാണാൻ പറയണത്? പവർ. സെക്കൻഡ്സിലുള്ള പവർ കാണാൻ അറിയണത്. അപ്പോൾ പവർ കാണാം. സെക്കൻഡറി സെക്കൻഡ്സ് അല്ല കേട്ടോ, ഞാനും കരുതി സെക്കൻഡറിയിലെ പവർ കാണാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് സെക്കൻഡറിയിലെ പവർ കാണുമ്പോൾ നമുക്ക് സെക്കൻഡറിയിൽ എന്തെങ്കിലുമൊക്കെ അറിയോ? ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സെക്കൻഡറി വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ ഫസ്റ്റ് ബി ഇക്വേഷൻ ആദ്യം ചെയ്യാൻ പോണത് വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ചെയ്തോട്ടോ. വി എസ് അറിയില്ല. വി എസ് ഇസ് ഈക്വൽ ടു 220 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 1 2 3 2000 വിട്ട് ഇപ്പം എത്ര കിട്ടുക? 1/10 എന്നാണ് കിട്ടുക. വി എസ് ഈസ് ഈക്വൽ ടു 220 ഇൻറ്റു 1/10 എന്നാണ് കിട്ടുക. വെട്ടുമ്പോൾ 2 എത്ര 2 ഉണ്ട്? 1. 20 എത്ര 2 ഉണ്ട്? 10. സോ 10 വി എസ് ഈസ് ഈക്വൽ ടു 220 കിട്ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വി എസ് ഈസ് ഈക്വൽ ടു 220/10 22 വി എസ് കിട്ടണത്. വി എസ് എത്ര കിട്ടണത്? വി എസ് ഈസ് ഈക്വൽ ടു 22 എന്നിട്ട് ക്ലിയർ ആയി. ഇനി എന്താണ് കാണേണ്ടത്? പവറാണ് കാണേണ്ടത്. എന്താ കാണേണ്ടത്? പവറാണ് കാണേണ്ടത്. പവർ നിങ്ങൾ എങ്ങനെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് എത്ര കിട്ടുക? ഞാൻ പറഞ്ഞു പവർ ലോസ് ഇല്ലാത്ത ട്രാൻസ്ഫോമറാ. അപ്പോൾ പവർ രണ്ടിൽ ഈക്വൽ ആയിക്കാരം. ഇപ്പോൾ 222 എന്ന് കിട്ടി. എത്ര കിട്ടിയത്? വി എസിലുള്ള വോൾട്ടേജ് 22 എന്ന് കിട്ടി. 22 ഇൻറ്റു 10 220/10 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് പവർ കാണാനുള്ള ഇക്വേഷൻ ഇവിടെ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ള എയിൽ സെക്കൻഡറിയിലെ പവർ കണക്കാക്കുക. പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. അതിപ്പോൾ സെക്കൻഡറി പി എസ് ഇസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ് ഇങ്ങനെയിട്ട് കണ്ടാൽ മതി. അത് കാണാൻ പറ്റും, സിമ്പിളായിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഐ കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. ഇത് വെച്ചിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ സംഭവം കിട്ടും. എന്നിട്ട് പി എസ് വി എസ് ഇൻറ്റു ഐ എസ് ഉള്ള ഇക്വേഷൻ വെച്ചിട്ട് പവർ കാണാം. ഇനി ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി കറൻസ് ഓഫ് എ ട്രാൻസ്ഫോമർ ആർ 2 ആംപിയർ ആൻഡ് 6 ആംപിയർ റെസ്പെക്റ്റീവ്ലി. ഇറ്റ്സ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് 120 വോൾട്ട്. പ്രൈമറി ആൻഡ് സെക്കൻഡറി കറൻസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഐ പി 2 ആംപിയർ ആണ്. ഐ എസ് എത്രയാണ്? 6 ആംപിയർ ആണ്. ഇറ്റ്സ് ഔട്ട്പുട്ട് വോൾട്ടേജ് വി എസ് ഈസ് ഈക്വൽ ടു 120 വോൾട്ട്. വാട്ട് അബൌട്ട് ട്രാൻസ്ഫോമർ ഇഷ്യൂസ്? അപ്പം നമുക്ക് കാണാൻ തന്നെ വേണ്ടി വരും. ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഉപയോഗിക്കാൻ വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു ഐ പി ബൈ എസ്. കാരണം ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് ഈ ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ വി എസ് 120 തന്നിട്ട് 120 ബൈ വി പി ഇസ് ഈക്വൽ ടു ഐ പി ബൈ എസ് 2/6. അതായത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/3 എന്ന് കിട്ടും. 1/3 120 ബൈ വി പി ഇസ് ഈക്വൽ ടു 1/3. വി പി ഇസ് ഈക്വൽ ടു 120 ഇൻറ്റു 3 120 ഇൻറ്റു 3 അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. വി പി ഇസ് 120 ഇൻറ്റു 3 360 വോൾട്ട് എന്ന് കിട്ടും. പ്രൈമറിയിൽ 360 വോൾട്ടും സെക്കൻഡറിയിൽ 120 വോൾട്ടും ആണെങ്കിൽ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. വി പി ഗ്രേറ്റർ ദാൻ വി എസ് എന്ന് വന്നപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ആണ്. സ്റ്റെപ്പ് ഡൗൺ ആട്ടോ മക്കളെ, മറക്കല്ലേ, സ്റ്റെപ്പ് ഡൗൺ ആണ്. ഇനി സോറി, ഇത് സ്റ്റെപ്പ് ഡൗൺ ആണ്. ഞാൻ എന്താ ചെയ്യണത്? ആകെ കട്ടയക്കണതാട്ടോ. ഇത് സ്റ്റെപ്പ് ഡൗൺ ആണ്. സ്റ്റെപ്പ് ഡൗൺ. അടുത്തത് പവർ കാണാൻ. പ്രൈമറിയിലെ പവർ കാണാൻ വേണ്ടി ഇക്വേഷൻ ഇത് എ ആണ്. ബി കാണാൻ പ്രൈമറിയിലെ പവർ പി ഇസ് ഈക്വൽ ടു വി പി ഇൻറ്റു ഐ പി. 360 ഇൻറ്റു എത്ര? 360 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പവർ കിട്ടും. അത് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. വാട്ടാണ് കേട്ടോ അതിൻ്റെ യൂണിറ്റ്, കണ്ടെത്തിയാൽ മതി. ഇനി അടുത്ത ചോദ്യം സി ചോദ്യം. ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ 300 ചുറ്റുകൾ ഉണ്ടെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും? ചോദ്യം എത്ര ഉള്ളൂ? പ്രൈമറി ചുറ്റുകൾ. ഇവിടെ ഞാൻ സി ചെയ്യാൻ പോവാണേ. കുറച്ച് അടിയിലോട്ട് ഞാൻ സി ചെയ്യാൻ പോവാണ്. സി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടണേ ഞാൻ ചോദിച്ച ചോദ്യം സി ആണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. സിയിൽ എത്രയാണ്? പ്രൈമറിയുടെ എണ്ണം എൻ പി 300 ആണെങ്കിൽ പ്രൈമറി എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇക്വേഷൻ അറിയാം. എൻ എസ് ബൈ എൻ പി ഇസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഐ പി ബൈ ഐ എസ് ചെയ്യണവും സുഖം. ഐ പി ബൈ ഐ എസ് എന്ന് ചെയ്യാം. ഐ പി ബൈ എസ് നിങ്ങൾക്ക് അറിയാം 1/3 ആണ്. 2/6 3/3 കറക്റ്റ് ആണ്. ഇനി ഇവിടെ ചെയ്യുമ്പോൾ എൻ എസ് 300 എൻ പി. എൻ പി ഇസ് ഈക്വൽ ടു 900 ടേൺസാണ് കിട്ടുക. ഇത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ഉത്തരം കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലേ. ഐഡിയൽ ട്രാൻസ്ഫോമർ ഹാസ് ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് 220 വോൾട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ്
110 വോൾട്ട്. ഇഫ് ദ കറന്റ് ഈസ് 2 ആംപിയർ കാൽക്കുലേറ്റ് ഔട്ട്പുട്ട് കറന്റ് കാണാനാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഔട്ട്പുട്ട് കറന്റ് കാണാൻ. ഔട്ട്പുട്ട് കറന്റ് കാണുമ്പോൾ IS സെക്കൻഡറിയിലാണ് എപ്പോഴും ഔട്ട്പുട്ട് വരിക. ഇൻപുട്ട് പ്രൈമറി, ഔട്ട്പുട്ട് സെക്കൻഡറി. IS ആണ് കാണേണ്ടത്. നിങ്ങൾക്ക് എന്തൊക്കെ തന്നിക്കണ് മെല്ലെ നോക്കാം. ഇലക്ട്രോണിക്സ് ഇൻപുട്ട് വോൾട്ടേജ് VP is equal to 220 തന്നിട്ടുണ്ട്. VP എത്രയാണ്? 220 തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് VS is equal to 110 തന്നിട്ടുണ്ട്. ഇൻപുട്ട് കറന്റ് IP is equal to 2 ആംപിയർ തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് കറന്റ് കാണാം. VS by VP is equal to IP by IS കാണാം. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ 110 ഡിവൈഡഡ് ബൈ 220 is equal to 2 by IS കേട്ടോ. 110 IS is equal to ക്വസ്റ്റിന്റെ ഉത്തരമാണ് 110 IS is equal to 220 into 2 440. So IS is equal to 440 by 110. 0 ക്യാൻസലായി. 4 ആംപിയർ കിട്ടി. അടുത്ത ചോദ്യം, പ്രൈമറി സെക്കൻഡറി കോയിലുകളുടെ ചുറ്റുകളുടെ എണ്ണത്തിന്റെ അനുപാതം കണ്ടെത്തുക. അതായത് NP by NS കണ്ടെത്താൻ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ NS by NP is equal to IP by IS ഉപയോഗിക്കുക. IP by IS ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സാധനം കിട്ടും. പ്രൈമറി സെക്കൻഡറി കോയിലുള്ള ചുറ്റുകളുടെ എണ്ണത്തിന്റെ അനുപാതം കണ്ടെത്തുക. എത്രയാണ്? ഞാൻ പറഞ്ഞുതരാം. NS by NP അല്ലെങ്കിൽ 2/4 1/2. അപ്പോൾ NP ഈസ് ടു NS എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 2:1 അതിന്റെ റേഷ്യോ കിട്ടുക. അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. സംഭവം കിട്ടിയല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോടാ. നമ്മൾ എല്ലായിടത്തേലോട്ട് പോകും. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ 110 വോൾട്ട് 500 വാട്ട് പവർ ഉള്ള ഒരു വൈദ്യുതോപകരണം ബന്ധിപ്പിച്ച് പ്രവർത്തിച്ചാൽ യഥാർത്ഥ പവർ ലഭ്യമാകുമോ? വിശദീകരിക്കുക. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ 110 വോൾട്ട് 50 വോട്ട് പ്രവർത്തിപ്പിച്ചാൽ ഒരു വൈദ്യുതോപകരണത്തിന്റെ യഥാർത്ഥ പവർ ലഭ്യമാവൂല. നമുക്ക് ചെയ്ത് നോക്കാം. P is equal to V into I എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലാണ് ചെയ്യുന്നത്. എവിടെ ചെയ്യണത്? സെക്കൻഡറിയിൽ 500 വാട്ട് പവർ ഉള്ള ഒരു നമുക്ക് ചെയ്ത് നോക്കാം. P is equal to V into I വെച്ച് ചെയ്ത് നോക്കാം. സെക്കൻഡറിയിൽ 110 ഇൻറ്റു സെക്കൻഡറിയിലുള്ള കറന്റ് എത്ര? 4 കരം എത്ര പറഞ്ഞാൽ 4. 110 ഇൻറ്റു 4 ചെയ്യാം. P is equal to V into I. PS is equal to VS into IS. 440 വാട്ടാണ് കിട്ടുന്നത്. ഇല്ലല്ലോ, 500 വാട്ട് കിട്ടണല്ലേ. പവർ യഥാർത്ഥ പവർ ലഭ്യമാവുണ്ടോ? അതായത് ട്രാൻസ്ഫോമർ ഓപ്പറേറ്റർ വിൽ ആക്ച്വൽ പവർ നോ ആക്ച്വൽ പവർ ചെയ്ത് നോക്കിയാൽ മതി. PCL V into എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം. സോ വി ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ വോൾട്ടേജ് വിച്ച് ഇലക്ട്രിസിറ്റി ജനറേറ്റർ പവർ സ്റ്റേഷൻ ഉണ്ടാക്കുന്ന എത്രയാണ്? 11 കിലോ വോൾട്ട് ആണ്. നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന എത്രയാണ്? 230 വോൾട്ട് ആണ്. അത് നോക്കി വെച്ചാൽ മതി. അടുത്തത് ഗിവൺ ഗ്രാഫ്. ഈ ഗ്രാഫ് ഏതാണ്? AC-യുടെ ഗ്രാഫാണ്. ആണോ അല്ലേ? DC-യുടെ ഗ്രാഫ് വരിക ഇങ്ങനെയാണ്. AC-യുടെ ഗ്രാഫ് വരിക എങ്ങനെ? സ്വഭാവം മാറിക്കൊണ്ടാണ്. എന്തിന്റെ ഗ്രാഫ് വരിക? DC. സോറിടാ, ഇങ്ങനെ സ്വഭാവം മാറിക്കൊണ്ടാണ് ആര് ഗ്രാഫ് വരിക? DC-ന്റെ ഗ്രാഫ് വരിക. വരച്ചിട്ട് എന്താ വരാത്തത്? ഓക്കെ, ഇനി DC സെല്ലിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഒന്ന് നോക്കിയേക്കാം. ചൈൽഡ് സീസ് ഇറ്റ് ഈസ് എൻ AC ജനറേറ്റർ, ചൈൽഡ് B is DC ജനറേറ്റർ ആൻഡ് ചൈൽഡ് this can be both. With whom you agree? Justify your answer. ഇത് ഏതാണെന്ന് പറയും. ഇതേത് ട്രാൻസ്ഫോമറാ? എനിക്ക് വേണ്ടിയിട്ട് തോന്നണത് ഇതേതാ ട്രാൻസ്ഫോമറാടാ? ഇതൊരു AC ആണല്ലേ? AC ആണ്. സോ ഇന്ന് AC ജനറേറ്റർ, DC ജനറേറ്റർ, ആർമേച്ചർ കീപ് സ്റ്റേഷനറി. ഈ ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ന AC ജനറേറ്റർ ആൻഡ് DC ജനറേറ്റർ, ദ ആർമേച്ചർ ആർ കെപ്റ്റ് സ്റ്റേഷനറി എന്ന മാഗ്നറ്റിക് റൊട്ടേറ്റർ. വാട്ട് ഡു യു നോ അബൌട്ട് ദ നാച്ചർ ഓഫ് ദ ഔട്ട്പുട്ട് ഫ്രം ഈച്ച് ജനറേറ്റർ? എടാ, AC ജനറേറ്ററിന് പുറത്തേക്ക് വരുന്ന കറന്റ് ഏത്? എല്ലാ ജനറേറ്ററിനും ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറന്റ് AC കറന്റ് ആണ്. AC ജനറേറ്ററിന് പുറത്തേക്ക് വരുന്ന കറന്റ് AC കറന്റ് തന്നെയാണ്. അപ്പൊ അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ? ആർമേച്ചർ സ്റ്റേഷനറി വെച്ചിട്ട് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യും. പക്ഷെ DC ജനറേറ്ററിൽ നമ്മളെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്താലേ സ്പ്ലിറ്റ് റിംഗ് വർക്ക് ആവുള്ളൂ. എന്നാലേ AC-നെ എന്താക്കാൻ പറ്റുള്ളൂ? DC ആക്കാൻ പറ്റുള്ളൂ. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാത്ത പക്ഷം സ്പ്ലിറ്റ് റിംഗ് ഫംഗ്ഷൻ ചെയ്യില്ല. സ്പ്ലിറ്റ് റിംഗ് ഫംഗ്ഷൻ ചെയ്യാത്ത AC-നെ എന്താക്കൂല? DC ആക്കൂല. അപ്പൊ പുറത്ത് എന്തേ വരുള്ളൂ? AC കറണ്ടേ വരുള്ളൂ. അത് മനസ്സിലാക്കുക. ഇനി ഡയഗ്രാം ഓഫ് 3-pin പ്ലഗ്. ഈ 3-pin പ്ലഗ് ഉറപ്പായിട്ടും പഠിക്കുക. വേർ ഷുഡ് ദ എർത്ത് ലൈൻ മാർക്ക്? ഈ എവിടെ കൊടുക്കുന്നത്? ഈ മെറ്റൽ സർഫസിലാണ് കൊടുക്കുന്നത്. ലോഹഭാഗത്താണ് കൊടുക്കുന്നത്. മെറ്റൽ സർഫസിലാണ് കൊടുക്കുന്നത്. ഹൗ 3-pin ensure സേഫ്റ്റി? അതായത് ഈ ലൈവ് വയറിന്റെ കണക്ഷൻ മാറിയിട്ട് മെറ്റൽ സർഫസിലേക്ക് വരുമ്പോൾ ലൈവ് വയറിന്റെ കണക്ഷൻ 3 ടൈപ്പ് വയറുണ്ട്. ലൈവ്, ന്യൂട്രൽ, എർത്ത്. ഇതില് മെറ്റൽ സർഫസിലെ എർത്ത് കൊടുക്കുന്നത്. ഇതില് ലൈവ് വയറിന്റെ കണക്ഷൻ മാറ്റി ലൈവ് വയർ കണക്ഷൻ തെറ്റിയിട്ട് മെറ്റൽ സർഫസിലേക്ക് വരുമ്പോൾ അവിടെ കറന്റ് ഉണ്ടായി. ആ കറന്റിനെ കായ് വലിച്ചെടുക്കും, എർത്ത് വലിച്ചെടുക്കും. അപ്പത്തേക്കും എർത്ത് വലിച്ചെടുക്കും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ബ്രേക്കറൊക്കെ വീണ് നമ്മളെ സേഫ്റ്റി എൻഷുർ ചെയ്യും. ഇങ്ങനെ ഇത് പറക്കാം. അവിടെ മെറ്റൽ സർഫസിലേക്ക് എർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ എന്ന അക്ഷരം ഇതാണ് അതിന്റെ സേഫ്റ്റി. 3-pin പ്ലഗ് ഈസ് ഓഫ് ന്യൂട്രൽ എർത്ത് പിൻസ്. ഇതൊന്ന് വായിച്ചു നോക്കുക. ഇതാണ് അതിന്റെ ഉത്തരം.
ഇതൊന്ന് വായിച്ചു നോക്കുക. ഇതാണ് നിങ്ങൾക്ക് അതിന്റെ ഉത്തരമായിട്ട് കിട്ടുക. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതാണ് നിങ്ങൾക്ക് അതിന്റെ ഉത്തരമായിട്ട് കിട്ടുക. ഓക്കെ, സെറ്റപ്പ് അല്ലേ? ഇനി ഇത് റൈറ്റ് ഇനി 2 ways to make the ഗൈനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ട്. ഇത് ഡിഫ്ലക്ട് ചെയ്യാനുള്ള ഇത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാൻ സ്വിച്ച് ഓൺ ആക്കി ഓഫ് ആക്കി കളിച്ചാൽ, സ്വിച്ച് ഓൺ ആക്കി കറണ്ട് ഓഫ് ആക്കണമെങ്കിൽ കളിച്ചാൽ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. വാട്ട് ഈസ് ഫിനോമിനൻ കാൾഡ്? ഇതിനെന്താ വിളിക്കുക? മ്യൂച്വൽ ഇൻഡക്സ് എന്ന് വിളിക്കുക. മ്യൂച്വൽ ഇൻഡക്സ് എന്ന് വിളിക്കുക. വാട്ട് ചേഞ്ചസ് നീഡഡ് ഫോർ കണ്ടിന്യൂസ് ഡിഫ്ലക്ഷൻ? എടാ, ഇത് നമ്മളെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. മ്യൂച്വൽ ഇൻഡക്ഷൻ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞല്ല. ന്യൂമറിക്കൽസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഇൻ ഫിസിക്സ് ക്ലാസ് ചൈൽഡ് സജസ്റ്റ് ദാറ്റ് ഈസ് പോസിബിൾ ജനറേറ്റ് AC ഇലക്ട്രിസിറ്റി വിതൗട്ട് ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് DC ജനറേറ്റർ. പറ്റും. AC ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും DC ജനറേറ്ററിന്റെ സ്ട്രക്ചർ മാറ്റാതെ. എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു DC ജനറേറ്ററിന്റെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാതെ ഫീൽഡ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്താൽ പുറത്തേക്ക് ഏത് കറണ്ടാ കിട്ടുക? AC കറണ്ടാ കിട്ടുക. കാരണം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാത്തതുകൊണ്ട് എന്ത് വർക്കാവില്ല? സ്പ്ലിറ്ററിങ് വർക്കാവില്ല. സോ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞു, പാഠം കഴിഞ്ഞു. ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഏകദേശം എസ്റ്റിമേറ്റ് നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ, കാണാം. എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. ബൈ.